തോന്നുന്ന പോലെ പാർക്ക് ചെയ്യുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തോന്നുന്ന പോലെയാണ് പാർക്ക് ചെയ്യുന്നത്. എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ നിർത്തും. ഈ അടുത്ത ദിവസങ്ങളിൽ KSRTC ജീവനക്കാർക്ക് ഞാൻ എഴുതിയൊരു കത്ത് സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഞാൻ പറയുന്നത് നാട്ടിൽ റോഡിൽ കൊണ്ട് നിർത്തരുത്, ഒതുക്കി നിർത്തണം. സ്നേഹത്തോടെ പറഞ്ഞ് ഒതുക്കി നിർത്തണം. 2 വണ്ടികൾ സമാന്തരമായിട്ട് നിർത്തിക്കളെ, പിന്നെ ആർക്കും ആ റോഡിൽ കൂടെ പിന്നെ പോവുകയും വേണ്ട. പ്രൈവറ്റ് ബസ് തന്നെ ഇവരെ 2 വണ്ടി സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം ലോകത്ത് എവിടെയും കാണത്തില്ല. ഇടത്ത് വശത്തുനിന്ന് സ്റ്റോപ്പാണ്, വലത്ത് വശത്തും സ്റ്റോപ്പാണ്. എന്നാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് വെച്ചിട്ട് 200 മീറ്റർ അങ്ങോട്ട് മാറിയില്ല, 100 മീറ്റർ മാറി അങ്ങോട്ടൊരു സ്റ്റോപ്പ് പോയില്ല. കാരണം മലയാളിക്ക് നടക്കാൻ ഇഷ്ടമല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ഓട്ടോറിക്ഷയാണ്. കാരണം ഈ ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ കൊണ്ടുവന്ന് വീടിൻ്റെ പടിയിലവിടെ നിർത്തരും. ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ പടിയിൽ അവിടെ ഇങ്ങനെ തിരിച്ചു നിർത്തുന്നാൽ നമുക്കതിൽ നിന്ന് കാലെടുത്ത് വീട്ടിലോട്ട് വയ്ക്കാം. അവനാണ് ഏറ്റവും ദി ബെസ്റ്റ് ഓട്ടോ ഡ്രൈവർ നമ്മൾ കാണുന്നത്. അവിടെ നിർത്തി അങ്ങോട്ട് വരത്തില്ലെന്ന് കാണാൻ പറഞ്ഞാൽ പിന്നെ അവൻ കൊള്ളത്തന്നെ. അത്രയ്ക്ക് നമുക്കൊരു മടിയുണ്ട്. അത് കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഇടുക, ഓടുക, കല്യാണം കഴിഞ്ഞാൽ സദ്യ ഉണ്ണാൻ പോരുക എന്നുള്ള. കല്യാണം ഇപ്പം നടന്നാലും വലിയൊരു സദ്യ കൊണ്ടിട്ട് പോരുക എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ സദ്യക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവർ ആപ്പ് പറയുന്നത് വശക്കേടായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഈ ആപ്പിലൂടെ സഹോദര ഒന്ന് മാറ്റിത്തരൂ എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഒരു കോർപ്പറേഷനോ ഒരു പഞ്ചായത്ത് ഇന്ന് വരെ പാർക്കിംഗ് സ്പേസ് മാർക്ക് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം നഗരമാണ് ഏറ്റവും വലിയ നഗരം കേരളത്തിൽ. ആ നഗരത്തിൽ എവിടെയെങ്കിലും ഇന്നടത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല, ഇന്നടത്ത് പാർക്ക് ചെയ്യുന്ന ബോർഡ് പോലും ഇല്ല. എവിടെയെങ്കിലും ഒരു പെട്ടി വരച്ചിട്ടിട്ടുണ്ടോ വണ്ടി? ലോകത്ത് ഈ പെട്ടി വരച്ചിടാത്തത് ആഫ്രിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ആഫ്രിക്കയിൽ ചില സ്ഥലങ്ങളൊക്കെ ഇല്ല, എന്നാൽ മെയിനിലെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പ്രധാന തലസ്ഥാനങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഇവിടെ അത് അത്തരം ഒരു അച്ചടക്കവും ഇല്ല.